Namaste. Hello all. ഞാൻ ഡോക്ടർ മേഴ്സി CV, സീനിയർ കൺസൾട്ടൻറ്റ് അറ്റ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ ഇൻ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ് ആയി വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ലിവർ ഡിസീസസിനെ പറ്റിയാണ്. ഇത് 3 സെക്ഷനായിട്ട് ഒരു ബ്രീഫായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ ഈ ലിവർ ഡിസീസസ് കൂടുതലായിട്ട് വരുവാനുള്ള കാരണം അതിൻ്റെ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആകാം, ലിവർ ഡിസീസ് മുമ്പ് ഉണ്ടായിട്ടുള്ള ആളാകാം, ഇൻക്രീസ്ഡ് BMI അഥവാ ഒബീസിറ്റി ഉള്ള ആളുകൾക്കാകാം. ഈ ലിവർ ഡിസീസസ് കൂടുതൽ വരാനുള്ള കാരണം പലപ്പോഴും ഗർഭാവസ്ഥയിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ്. ആദ്യം തന്നെ നമുക്ക് അക്യൂട്ട് കോളിസ്റ്റാറ്റിക് ലിവർ ഡിസീസസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് ഉണ്ടാകുന്നത് 28 മുതൽ 30 ആഴ്ച വരെ കഴിഞ്ഞതിന് ശേഷം ഈ ഗർഭസ്ഥ സ്ത്രീകൾക്ക് പലപ്പോഴും ചൊറിച്ചിലായിട്ട് ദേഹം മുഴുവൻ ചൊറിച്ചിലും, പക്ഷേ അത് കൂടുതലായിട്ട് കൈവെള്ളയിലും കാൽവെള്ളയിലും കൂടുതൽ ചൊറിച്ചിലായിട്ട് കാണപ്പെടുന്നു. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഏത് ലിവർ ഡിസീസ് ആയാലും നമ്മൾ ചെയ്യുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എപ്പോഴും ഓൾട്ടേർഡ് ആയിരിക്കും. ഇങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ മാത്രം ജോണ്ടിസ് കാണപ്പെടാവുന്നതാണ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോൺജുഗേറ്റഡ് ബിൽറൂബിനും ഒക്കെ കൂടാനും, എല്ലാ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ലൈക്ക് AST, ALT എല്ലാം കൂടാനും, LDH ആൻഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് കൂടാനും സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള അവർക്ക് കുറച്ചുകൂടി നമുക്ക് കൺസർവേറ്റീവായിട്ട് മാനേജ്മെൻറ്റ് നടത്താവുന്നതാണ്. സെക്കൻഡ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്, പിന്നെ C ഉണ്ട്, ഇതിൽ E ഉണ്ട്. അതിൽ ഏറ്റവും സുഖകരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് A ആണ്. A എന്ന് പറയുന്നത് അൺഹെൽത്തി വാട്ടർ അഥവാ കണ്ടാമിനേറ്റഡ് വാട്ടർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫീക്കോ ഓറൽ റൂട്ടിൽ കൂടിയാണ് അത് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗർഭസ്ഥ സ്ത്രീകൾക്ക് എത്ര അധികമായിട്ട് നമ്മൾ ഒരു ഹൈജീനിക് ആയിട്ടുള്ള വാട്ടർ ആൻഡ് കണ്ടാമിനേഷൻ ഇല്ലാത്ത ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ഓൾസോ C. C ഈസ് വെരി വെരി ഡേഞ്ചറസ് ആൻഡ് ഓൾസോ E. ഇത് വരുമ്പോൾ പേഷ്യൻസിന് വളരെ ഗുരുതരമായിട്ടുള്ള ജോണ്ടിസും ലിവറിൻ്റെ എല്ലാ സിസ്റ്റംസും ഓൾട്ടർ ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. ഇതിലും നമ്മൾ ചെയ്യുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ തന്നെയാണ്. ട്രീറ്റ്മെൻറ്റിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഇനി അടുത്തത് പറയുന്നത് AFLP അഥവാ അക്യൂട്ട് ഫാറ്റി ലിവർ ഡിസീസ് ഓഫ് പ്രഗ്നൻസി. ദറ്റ് ഈസ് ഓൾസോ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എപ്പോഴും അവരുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒത്തിരി ഓൾട്ടേർഡ് ആവുകയും പേഷ്യൻ്റ് ഒരു ഡിസെമിനേറ്റ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ, അതായത് അവരുടെ രക്തധമനികളിലേക്ക് ഉള്ള എല്ലാ സിസ്റ്റംസിനും ഓൾട്ടറേഷൻ വരികയും അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഏത് ഡിസീസസ് വന്നാലും പെട്ടെന്ന് തന്നെ ഗർഭിണികളെ ടെർമിനേറ്റ് ചെയ്യുക അഥവാ പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാര മാർഗം. പിന്നെ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് വിചാരിക്കേണ്ടത് ഈ B, C ആൻഡ് ആ പൾമിനൻ്റ് ഹെപ്പറ്റൈറ്റിസ് വരുന്നത് എപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അഹിതമായിട്ടുള്ള ആ ശീലങ്ങളിൽ നിന്നും എല്ലാവരും മാറിക്കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. അതാണ് ഞാൻ ഒരു മെസ്സേജ് ടു ഹോമായിട്ട് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ശീലങ്ങളിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കാതെ ഈ ലോകത്തിൽ നിന്ന് തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് അത് ഹെപ്പറ്റൈറ്റിസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നുള്ള ആ ഒരു മെസ്സേജോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.